നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള എനർജി എന്താണ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്, നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനം എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണം, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകുമോ, നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാരുടെ എനർജീസ്, അതായത് ഇതിനകത്ത് ഈ ഒരു ജനറൽ റീഡിങ്ങിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബ്ലോക്കേജസ് എന്താണെന്ന് മനസ്സിലാകാൻ സാധിക്കും. നിങ്ങൾക്ക് അതിന് പരിഹാരവും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്ന പരിഹാരം, അതായത് റിലേഷൻഷിപ്പ് ആവട്ടെ, കരിയറിലാവട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, മണി ബ്ലോക്കേജ്, ബ്ലാക്ക് മാജിക്, കൂടോത്ര, ഇതുപോലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങളുടെ പേരും നാളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സ് ആണ് തയ്യാറാക്കി നൽകുന്നത്. ആ ബ്രേസ്ലെറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും തരും. അത് കൃത്യമായിട്ടും ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ റീഡിംഗ് എടുത്ത്, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നമ്മൾ റീഡിംഗ് എടുത്ത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് നശിപ്പിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ലൈഫിലേക്ക് കൊണ്ടുവരാത്തതാണ് നല്ലത്. ഇപ്പോൾ റീഡിംഗ് എടുത്തപ്പം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് റീഡിങ്ങിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കരുത്. അതായത് ആ ഒരു വ്യക്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി തിരിച്ച് വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. ഏത് വിധത്തിലായിരിക്കും പ്രശ്നം ഉണ്ടാവുന്നതെന്ന് അത് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ആ വ്യക്തി വന്നതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്കായിരിക്കും പിന്നെ കൊണ്ടെത്തിക്കുക. ഞാൻ ഇത്രയും പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില റീഡിങ്ങിൽ, എനിക്ക് വന്ന ചില പേഴ്സണൽ റീഡിങ്ങിൽ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തിയെ ലൈഫിൽ കൊണ്ടുവന്നേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബ്രേസ്ലെറ്റ് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ റിസൾട്ട് കിട്ടും. പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിലപ്പം അതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഭവിഷ്യത്ത്, ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. അത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവന് പോലും ചിലപ്പോൾ ഒരു ആപത്തുണ്ടായേക്കാം. ചില കാര്യങ്ങളൊക്കെ റീഡിംഗ് എടുത്ത് തന്നെ അറിയണം. കാരണം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നല്ലതാണോ, മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ടൈം പാസ് ആയിരിക്കും. നിങ്ങളെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലായിട്ട് മാത്രമായിരിക്കും അവർ കാണുന്നത്, ഒരു വസ്തു. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതല്ല, ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ആ വ്യക്തി പോയത് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ തിരിച്ചു കൊണ്ടുവരാം കേട്ടോ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്നേഹമുണ്ട്, അപ്പുറത്തെ വ്യക്തിക്ക് സ്നേഹമല്ലായിരുന്നു, നിങ്ങളൊരു ടൈം പാസ് മാത്രമായിരുന്നെങ്കിൽ അങ്ങനെയുള്ളവരെ തിരിച്ചു കൊണ്ടുവരാത്തതാണ് നല്ലത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങ് ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം കേട്ടോ. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ് 8 ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് കപ്സ്, ടെമ്പറൻസ്, ജഡ്ജ്മെൻറ്റ്, ദ മജീഷ്യൻ, കിങ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വാൻഡ്സ്. നമുക്ക് റീഡിംഗ് നോക്കാം. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവട്ടെ, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആവട്ടെ, അല്ലാതെ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്, ആ ഒരു സിറ്റുവേഷനും ആവട്ടെ, ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ശരിക്കും എന്താ പറയേണ്ടത്, യൂണിവേഴ്സ് അവർക്ക് കൊടുത്ത ഒരാളായിട്ടാണ് കാണുന്നത് കേട്ടോ.
അത്രയ്ക്ക് വാല്യൂ തരുന്ന ഒരു ഒരു പ്രഷ്യസ് ഗിഫ്റ്റായിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുമ്പം അവർ വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം. അങ്ങനെ സെപ്പറേറ്റഡ് ആണെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ടൈം കൊണ്ട് നിങ്ങളുടെ വ്യക്തി ഒരു ലെസൺ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് ഒരു വാല്യൂ തരുന്നത്. നിങ്ങളെ ഒരു എന്താ പറയണ്ട, ഒരു ഡിവൈനായിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവർ കുറേ കാര്യങ്ങൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പണ്ട് എങ്ങനെയായിരുന്നോ നിങ്ങളുടെ വ്യക്തിയെടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്, ആ ഒരു രീതിയിലൊക്കെ ആവാൻ വേണ്ടിയിട്ട്, ആ ഒരു രീതിയിലൊക്കെ ലൈഫ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, അടുത്തയായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ വ്യക്തിയെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടല്ലോ, അതായത് കെയറിങ് കൊടുത്ത് അതൊക്കെ ഓർക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്തിരുന്നത് അവരുടെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് തന്നെയാണ്. നിങ്ങളുടെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. നിങ്ങൾ ശരിക്കും ഭയങ്കര മെച്യൂർഡായിട്ടായിരുന്നു ഓരോരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ വ്യക്തിക്ക് പറ്റിയ ഒരു പാർട്ട്ണർ ആയിരുന്നു നിങ്ങൾ എന്ന സത്യം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തി ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ലൈഫിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് വളരെ ഇത്രയും നാൾ അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും വളരെ മോശമായിരുന്നു. അവരെ ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊക്കെ ഓരോ സ്ഥലത്ത് പോയിരുന്നിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആ നല്ല കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതുമാത്രമല്ല, യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലേക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള പോസിറ്റീവ് തോട്ട്സാണ് കൊണ്ടുവരുത്തുന്നത്. അങ്ങനത്തെയൊക്കെ അവസരത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് അതൊക്കെ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ടെൻഷൻസ്, ഒരു വിഷമം, ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളല്ലേ കൊണ്ടുവരുന്നത് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പം അത്രയും വാല്യുബിളായിട്ടുള്ള ഒരു സംഭവത്തെ മിസ്സ് ചെയ്തല്ലോ എന്നോർത്തിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് റിഗ്രറ്റ് ഉള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ അവർ എത്ര കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നോ അപ്പോഴൊക്കെ അവർ നെഗറ്റീവ് ചിന്തയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് നിങ്ങളെക്കുറിച്ചിട്ട് പോസിറ്റീവ് കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ അവർ ചിന്തിക്കുമ്പം അവർക്ക് നെഗറ്റീവ് കാര്യങ്ങൾ അവരുടെ ലൈഫിലൊരു ഒത്തിരി നെഗറ്റീവ് തോട്ട്സും വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവർക്ക് അവിടെ മിസ്സായി. നിങ്ങളുടെ പ്രസൻസ് അവിടെ ഇല്ല. നിങ്ങളുടെ ആ ഒരു സ്നേഹമില്ല, ഒരു കെയറിങ് ഇല്ല. അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എത്രത്തോളം നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ വ്യക്തി സാഡ് ആൻഡ് ഡിസപ്പോയിൻറ്റഡ് ആവും, ഒറ്റപ്പെടും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് സമാധാനം കൊടുത്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വ്യക്തി ഉണ്ടായിരുന്ന സമയത്ത്, ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സമാധാനം കൊടുത്തിട്ടുണ്ട്. ശരിക്കും നിങ്ങളെന്ന ആ ഒരു വ്യക്തിയെ സമാധാനം കിട്ടുന്ന ഒരു ടെമ്പിൾ, അതായത് നമ്മൾ എന്താ പറയേണ്ടത്, നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് സമാധാനം കിട്ടത്തില്ലേ, അതുപോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കാണുന്നത്. നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമാധാനം കൊടുക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. ഇപ്പോഴും ആ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർ ഭയങ്കര കംഫർട്ടബിളാണ്. നിങ്ങൾക്കത് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ചില ആൾക്കാരുടെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അവരുടെ പാർട്ട്ണറിന് ഭയങ്കര സ്നേഹമായിരിക്കും അവരുടെ അടുത്ത്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ട്രോയ് ചെയ്യാൻ ഈ ഒരു തേർഡ് പാർട്ടി ശ്രമിക്കുന്നു എന്നൊക്കെ അവർക്ക് മനസ്സിലാവും. എന്നിരുന്നാൽ തന്നെയും ആ ഒരു പാർട്ട്ണറിനോട് ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അവരുടെ അടുത്ത്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിനടുത്ത് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തി കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് മിസ്സായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്.
നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം, നിങ്ങൾ അവരുടെ അടുത്ത് കാണിച്ച സ്നേഹം, അതൊക്കെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റ് റിസൾട്ട് കിട്ടും. അത് പറയാവാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ നിങ്ങൾക്ക് വേണ്ടുന്നത് ആ ഒരു ഗോളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നെഗറ്റീവ് തോട്ട്സ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ തോട്ടിനെ ഇല്ലാണ്ടാക്കുക. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എത്രത്തോളം ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്നോ, പ്രത്യേകിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ, ആ ഒരു തോട്ടിന് പവർ വരും. പിന്നെ അത് മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട്. ആ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട്. അപ്പം അത് നെഗറ്റീവ് ആയിട്ടാണോ വർക്കാവേണ്ടത് അതോ പോസിറ്റീവായിട്ട് വർക്കാവണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. യൂണിവേഴ്സിൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ടുണ്ട്. അപ്പം നിങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ നടക്കും. പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ നടക്കും. അപ്പോൾ അത് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചിട്ടും നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു തീരുമാനമെടുത്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഇവിടെ ഒരു മെയിൽ ക്യാരക്ടറായിട്ടാണ് കേട്ടോ കാണുന്നത്. അവർ ശരിക്കും നല്ല മെച്യൂർഡായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത് അവർ ശരിക്കും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ആ ഒരു ഡിസിഷനിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത തീരുമാനം അവരെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും നാളും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കള്ളമൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയത് എന്നൊക്കെ ഉണ്ടെങ്കിൽ, അവർ നിങ്ങളുടെ അടുത്ത് ആ ഒരു സത്യം ഉണ്ടല്ലോ, എന്താണോ നിങ്ങളുടെ അടുത്ത് മറച്ചു വെച്ചിരുന്ന ആ ഒരു സത്യത്തെ തുറന്നു പറയാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഓണസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചതായിട്ടും കാണുന്നുണ്ട്. അവരുടെ എന്ത് ഇമോഷൻസ് ആണെങ്കിൽ തന്നെയും അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് കാട്ടുന്നതായിരിക്കും കേട്ടോ. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു റീയൂണിയന് കുറച്ച് ടൈം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് എന്താ പറയണ്ടേ, നിങ്ങളുടെ അടുത്ത് ആ ഒരു വ്യക്തി ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. കൂടുതൽ നെഗറ്റീവ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ അത് മാനസികമായിട്ടും ബാധിച്ചിട്ടുണ്ട്, ശാരീരികമായിട്ടും ബാധിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യലി എല്ലാം ബാധിച്ചിട്ടുണ്ട്. സെയിം കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിക്കും സംഭവിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ് ആയതിനു ശേഷം മാത്രമായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ സംഭവിക്കുന്നത്. വൺസ് റീയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ ഓർത്തോ. പിന്നെ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇനി ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ ശരിക്കും ഒരു സേഫ് ആൻഡ് സെക്യൂരിറ്റി നിങ്ങൾക്ക് ഫീലാവും. ഇവിടെ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെപ്പോഴും ഒരു സമാധാനം അവർക്ക് കൊടുക്കുന്ന ക്ഷേത്രമാണ്. നിങ്ങൾക്കും തിരിച്ച് അതേ ഫീലിംഗ് തരുന്ന രീതിയിലായിരിക്കും ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റം. റീയൂണിയന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തി, പിന്നെ അടുത്തൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വ്യക്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിലോ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കോണ്ടാക്റ്റ് ചെയ്യുമ്പം നിങ്ങൾ കൂടുതലും ഒരുപാട് സ്നേഹമൊന്നും അധികം വാരിക്കോരി കാണിക്കാണ്ട് ഒരു കൂടുതൽ സ്നേഹം കാണിക്കാത്ത രീതിയിലൊന്ന് നോർമലായിട്ട് ബിഹേവ് ചെയ്യുക. കാരണം ആ പണ്ടത്തെ കാര്യങ്ങളെല്ലാം മറന്നിട്ട് നിങ്ങൾ പിന്നെയും സംസാരിച്ച് സ്നേഹമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഒരു വഴക്കിലുള്ള അവസ്ഥ കാണുന്നുണ്ട് കേട്ടോ. പിന്നെയും ഒരു വഴക്കുണ്ടായി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് നിൽക്കുക. അത് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവണം. നിങ്ങൾ പഴയ ആളല്ല, കുറച്ച് ഡിസ്റ്റൻസ് അവരുമായിട്ട് നിങ്ങൾ ഇടുന്നുണ്ട്. അത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കുറേ ക്ലാരിറ്റി ലഭിക്കുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വന്ന് സ്നേഹമായിട്ട് നിങ്ങളോട് റീയൂണിയൻ ഉണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങളുടെ അടുത്ത് അത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, ഒന്നുകിൽ ഫോൺ വഴി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും
ആയിട്ട് ചിലപ്പോൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ മെസ്സേജ് ത്രൂ ആയിരിക്കും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണമെന്നില്ല. കുറച്ചൊരു ഡിസ്റ്റൻസ് കാണിക്കുക. നിങ്ങൾ ഡിസ്റ്റൻസ് കാണിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലൊരു വഴക്ക് പിന്നെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കാണിച്ച് സംസാരിക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു ക്ലാരിറ്റി യൂണിവേഴ്സ് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ്, മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, കാരിയർ ബ്രേസ്ലെറ്റിനൊക്കെ ആയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ്സ് ആയി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.